കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാകാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നേരത്തോടുകൂടി ആകുമെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുന്നത്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനി കൺഫ്യൂഷൻ ഇല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിൽ. മുരളീധരൻ നാളെ രാവിലെ 10 മണിയോടുകൂടി തൃശ്ശൂരിലെത്തും. വന്ന ഉടൻ തന്നെ റോഡ് ഷോ ഉണ്ടാകും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വരാജ് റൗണ്ട് വഴി ഒരു റോഡ് ഷോ നാളെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. നാളെയാണ് തൃശ്ശൂരിലേക്ക് കെ മുരളീധരന്റെ മാസ് എൻട്രി എങ്കിൽ ഷാഫി പറമ്പിൽ, നിലവിലെ പാലക്കാട് MLA, എപ്പോഴാണ് വടകരയിൽ പ്രചരണം തുടങ്ങുക എന്നുള്ളത് അറിയില്ല. അദ്ദേഹത്തിന് ചില്ലറ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അത് KC വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി, ഫോണിൽ സംസാരിച്ച് പരിഹരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ പേരുകളുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകില്ല. അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലടക്കം എന്ത് സംഭവിക്കുന്നു, ആരൊക്കെ മത്സരിക്കുന്നു എന്ന് അറിയേണ്ടതുണ്ട്. ആ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം വരും. നമുക്ക് അനൂപ് ദാസിനെയാണ് ഈ വിവരങ്ങളുമായി ലഭ്യമാക്കേണ്ടത്. അനൂപ്, നേരത്തെ ഉച്ചയ്ക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞത്, കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞത് പെട്ടെന്ന് സ്ഥാനാർത്ഥികളാവും, ഇത് ടൈപ്പ് ചെയ്യാനുള്ള ചെറിയ താമസമേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതായിരുന്നില്ല, ഷാഫിയെ കൂടി അനുനയിപ്പിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ എല്ലാ കൺഫ്യൂഷനും മാറിയോ? വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഒറ്റ പട്ടികയായി വരാനാണോ സാധ്യത? അതെ, ഒറ്റ പട്ടികയായിട്ടാണ് പ്രഖ്യാപിക്കുക. 6 ഇടത്തെ, കേരളത്തിന് പുറമെ കർണാടക, തെലങ്കാന, ഛത്തീസ്ഗഡ്, ഒപ്പം ഡൽഹിയിലെ 3 മണ്ഡലങ്ങൾ, അതിനു പുറമെ ലക്ഷദ്വീപിലെ ഒരു സീറ്റ്, ഈ ഇടങ്ങളിലെല്ലാം ഒരുമിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ശ്രമമാണ്. ഇതിനിടയിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നത്, ഷാഫി പറമ്പിലിന് വടകരയിൽ പോയി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കാനായിരുന്നു ഷാഫിയുടെ താല്പര്യം. പക്ഷേ പ്രത്യേക ഘട്ടത്തിൽ പാർട്ടിയെ രക്ഷിക്കാൻ, പാർട്ടിയെ സംരക്ഷിക്കാൻ, പാർട്ടിയുടെ തീരുമാനം നടപ്പിലാക്കാൻ ഷാഫി വടകരയിൽ പോകണമെന്ന് ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് KC വേണുഗോപാൽ ഷാഫിയെ വിളിച്ച് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി മനസ്സോടെ സമ്മതം മൂളിയിരിക്കുന്നു വടകരയിലെ മത്സരത്തിന് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴും ഇപ്പോൾ ബാക്കി കിടക്കുന്ന ഒരേ ഒരു കാര്യം KC വേണുഗോപാലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആലപ്പുഴയിൽ KCക്ക് മത്സരിക്കാൻ നേരത്തെ താല്പര്യമുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസ് പരാജയപ്പെട്ട മണ്ഡലമായിരുന്നുവെങ്കിലും കഴിഞ്ഞ 5 വർഷക്കാലവും KC വേണുഗോപാലിൻ്റെ ഓഫീസ് ആലപ്പുഴയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാസത്തിൽ ഒരു തവണ KC വേണുഗോപാൽ ആലപ്പുഴയിൽ പോയിട്ടുണ്ട്. അവിടെ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, അവിടെ വിഷയങ്ങളെല്ലാം ഇടപെട്ടിട്ടുണ്ട്. അതേ KC വേണുഗോപാലിന് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാനുള്ള ആഗ്രഹം രാഹുൽ ഗാന്ധിയെയും നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു, മുഖ്യമന്ത്രിമാർ കമൽനാഥും അശോക് ഗെഹ്ലോട്ടും ഭൂപേഷ് ബാഗലും അടക്കമുള്ള ആളുകൾ മത്സരിക്കുന്നു. അപ്പോൾ സംഘടനയെ ചലിപ്പിക്കാൻ അതിന്റെ അമരത്തൊരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണല്ലോ. മല്ലികാർജ്ജുൻ ഖാർഗെ മത്സരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് തോന്നുന്നു. KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ആ പദവിയിലിരിക്കുന്ന അദ്ദേഹം ഈ ആലപ്പുഴയിൽ ആരിഫിനെ തോൽപ്പിക്കാൻ ഇത് വന്നു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ എന്ത് ചെയ്യും? ഇല്ല, അതിലൊരു പ്രശ്നമുള്ളത് അഭിലാഷ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. എവിടെ നിന്നെങ്കിലും ഒരു MP എങ്കിലും കൂടുതൽ ലോക്സഭയിലേക്ക് എത്തിക്കുക എന്ന തന്ത്രമാണ് പയറ്റുന്നത്. KC വേണുഗോപാലിന്റെ മാത്രമല്ല, മുൻ മുഖ്യമന്ത്രിമാർ, അത് ഭൂപീന്ദർ സിംഗ് ഹൂഡയാണെങ്കിൽ, ഹൂഡയുടെ മകനാണെങ്കിൽ ദീപേന്ദർ സിംഗ് ഹൂഡയാണെങ്കിൽ, അപ്പുറത്ത് കമൽനാഥും ദിഗ്വിജയ് സിംഗും, അവിടെ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തുടങ്ങി സകലമാന മുൻ മുഖ്യമന്ത്രിമാരെയും പ്രധാനപ്പെട്ട നേതാക്കളെയും മത്സര രംഗത്തേക്ക് ഇറക്കുകയാണ്. ലോക്സഭയിലേക്ക് ഒരംഗം കൂടുതൽ എന്ന കോൺഗ്രസിന്റെ തന്ത്രം. KC വേണുഗോപാൽ ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ 15 ദിവസം മാത്രം ആലപ്പുഴയിൽ പോകും, പ്രവർത്തിക്കും, തൻ്റെ ഓഫീസ് അവിടെ ഉണ്ടാവും. ഈ 15 ദിവസവും സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഓഫീസായി ആലപ്പുഴയിലെ തൻ്റെ ഓഫീസ് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ഏറ്റവും അടുത്ത ബന്ധമാണ് രാഹുൽ ഗാന്ധിയുമായി KC വേണുഗോപാലിനുള്ളത്. രാഹുലിന്റെ ഏറ്റവും അന്തിമമായ ഒരു പച്ചക്കൊടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ കാത്തുനിൽപ്പ്. രാഹുൽ ഭാരത് ജോഡോ ന്യായ് യാത്രയിലാണ്. ഈ പട്ടിക വൈകിപ്പിക്കുന്ന ഘടകം ഷാഫി ഇതിനോടകം തന്നെ ശാന്തനായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയുടെ കാര്യത്തിലാണ് ഇനി കൺഫ്യൂഷൻ ഉള്ളത്.